ചീര പരിപ്പ് കറി. ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കുക്കറിൽ 3/4 കപ്പ് തുവരപ്പരിപ്പ് എടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ചു വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ വേവിക്കുക. 2 വിസിലുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 20 മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ. 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 3 ചെറിയുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ എടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നെ വേണ്ടത് 5 വെളുത്തുള്ളി അരിഞ്ഞതും 3 വറ്റൽമുളക് പകുതിയായി അരിഞ്ഞതും ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. 2 മിനിറ്റിന് ശേഷം ഒരു സവോള ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റുക. ഇനി 250 ഗ്രാം ചീര അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് നേരം വേവിക്കുക. 8 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. ചീര നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഗ്രൈൻഡർ ജാർ 3/4 കപ്പ് വെള്ളത്തിൽ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നന്നായി ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ തിളച്ചു തുടങ്ങുന്നത് വരെ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ 2 മിനിറ്റ് നേരം വേവിക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ ചീര പരിപ്പ് കറി റെഡി. ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.